ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഫ്ലവർ ബീഡ്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ടിയാര മേക്കിങ്ങിനുള്ള ഒരു കിറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളിതിന് മുന്നേ ഒരുപാട് കിറ്റുകളിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി ഒന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ മേക്കിംഗ് വീഡിയോസ് നമ്മൾ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കിറ്റ് വന്നിട്ടുള്ളത്. പുതിയ കിറ്റ് ഒരുപാട് പേരായി ടിയാര മേക്കിങ്ങിൻ്റെ കിറ്റ് ചോദിക്കണം. അപ്പോൾ ടിയാര മേക്കിങ്ങിനുള്ള ഫ്ലവർ ബീഡ്സാണ് മെയിനായിട്ട് ഈ ഒരു കിറ്റിനകത്തുള്ളത്. വീഡിയോയിൽ കാണുന്ന ക്വാണ്ടിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് ബീഡ്സ് ഉണ്ടാവുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതുപോലെയുള്ള ഒരു ഫ്ലവർ ബീഡ്, ഹോളോഗ്രാഫിക് ടൈപ്പിൽ വരുന്ന ഒരു ഫ്ലവർ ബീഡ് എന്നൊക്കെ പറയാം. ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്ന ഫ്ലവർ ബീഡ് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ടിയാര ചെയ്യാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ 2 പെറ്റലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു പെറ്റലിൽ 3 ഫ്ലവർ ഉണ്ടാവും. അങ്ങനെ ടോട്ടലി 6 ഫ്ലവർ ഉണ്ടാവും. അതിനുശേഷം വരുന്നത് നമ്മുടെ ക്രിസ്റ്റൽ എഫക്റ്റ് തരുന്ന ബീഡ്സ് കുറച്ചുണ്ട് കിറ്റിനകത്ത്. അതിൽ ആദ്യം വരുന്നത് 8 mm വരുന്ന, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ മെറൂൺ, അതല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് ആയിരിക്കും ഉണ്ടാവുക. ഈ 2 ഷെയ്ഡാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡായിരിക്കും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരാം. അതിനുശേഷം അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള ഫ്ലവർ ബീഡാണ്. ഇത് അത്യാവശ്യം വെയിറ്റുള്ള ബീഡാണ് കേട്ടോ. ബാക്കിയുള്ള ഫ്ലവർ ബീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റുള്ള ടൈപ്പ് ബീഡാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു ടൈപ്പിലുള്ള ഫ്ലവർ ബീഡാണ്. ഇതൊരു ഒപ്പാക്ക് ഷെയ്ഡിലുള്ള ബീഡ്സാണ് കൂടുതലായിട്ടും ഈ ഒരു കിറ്റിനകത്തുള്ള നമ്മുടെ പുതിയ സ്റ്റോക്കിലുള്ള ഐറ്റംസാണ്. പുതിയ ഐറ്റംസിൻ്റെ ഒന്നും വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യാനുള്ള ഒഴിവില്ലാത്തത് കാരണമാണ്. അപ്പോൾ അതിന് ശേഷം വരുന്നത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ് കേട്ടോ. ടിയാര ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡൻ ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് അതിലും വർക്ക് ചെയ്യാം. ഗോൾഡൻ ഹെയർ ബാൻഡ് നമ്മുടെ തിപ്പ് റേറ്റ് വരുന്നത് ഒരു പീസിന് 7 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളാം. അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് 4 mm വരുന്ന ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ബീഡാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു കിറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ സ്റ്റോക്കുള്ളത്. അതുകൊണ്ട് തന്നെ സെയിം ബീഡായിരിക്കും നിങ്ങൾക്ക് കിറ്റിനകത്ത് കിട്ടാൻ പോകുന്നത് കേട്ടോ. 4 mm വരുന്ന ഇതേപോലെ ഗ്ലേസിംഗ് ഉള്ള ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ബീഡാണ്. അതിനുശേഷം വരുന്നത് ഒരു ഫ്ലവർ ബീഡ് തന്നെയാണ്. കുറച്ചൊരു മീഡിയം സൈസിൽ വരുന്ന 4 പെറ്റലുള്ള ഒരു ഫ്ലവർ ബീഡ്. വീഡിയോയിൽ കാണുന്ന ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ഫ്ലവർ ബീഡ്സ് എല്ലാം നമ്മൾ മാക്സിമം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള ബീഡ്സ് ചിലപ്പോൾ ഒറ്റ പാക്കറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഫ്ലവർ ബീഡ്സ് നമ്മൾ ടിയാര കിറ്റ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെയും ക്രിസ്റ്റൽ എഫക്റ്റിൽ ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ബീഡാണ് കേട്ടോ. അത് 2 കളർ ഉണ്ടാവും. ഒരെണ്ണം ഈ ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലും അതുപോലെ തന്നെ ഒരെണ്ണം ഒരു മെറൂൺ ഷെയ്ഡിലുമാണ് ഉള്ളത് കേട്ടോ. ഈ 2 സെയിം കളർ തന്നെയായിരിക്കും ബീഡ് ഉണ്ടാവുക. നമുക്ക് എന്താ പറയുക, മുഴുവനായിട്ട് എടുക്കുന്നത് എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കിട്ടി കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷനായിരിക്കും. കാരണം ഫോട്ടോയിൽ കണ്ടത്ര ഇല്ലല്ലോ എന്ന് ചില ടൈമിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ആ കാണുന്ന ആ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ആഡ് ചെയ്യാറുള്ളത്. ഇത് ചിലപ്പോൾ എല്ലാം കൂടെ ഒറ്റ പാക്കേജിൽ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് തോന്നുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ളത് നമ്മളൊരു 4 mm ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ എഫക്റ്റ് ബീഡ് കാണിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തന്നെ 6 mm വരുന്ന ബീഡാണ് അടുത്തതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് കിറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒരു 6 mm വരുന്നത് ക്രിസ്റ്റൽ എഫക്റ്റ് തരുന്ന ബീഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിയാര ചെയ്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഹെയർ ബാൻഡ്സ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ കോപ്പർ വയർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ്സ് ചെയ്യുമല്ലോ, ഗോൾഡൻ ഹെയർ ബാൻഡും സിൽവറൊക്കെ, അത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടാവും. അടുത്തത് ഇതുപോലെയുള്ള ഡ്രോപ്പ് ബീഡ്, മാക്സിമം പിങ്ക് ആയിരിക്കും. ഒരു പക്ഷേ പിങ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ആയിരിക്കും. മാക്സിമം ഒരു 20-25 കിറ്റിലൊക്കെ പിങ്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ആദ്യം കൺഫേം ചെയ്യുന്ന 20-25 കിറ്റുകളെല്ലാം പിങ്ക് തന്നെ ആയിരിക്കും. അടുത്തത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഫ്ലവർ ബീഡ്. ഇതിൻ്റെ വലിയ സൈസ് നമ്മുടെ അടുത്ത് ഒരു തവണ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് വലുതല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. അങ്ങനെ വന്നിട്ടുള്ള
എല്ലാം ഒരു ഒപ്പാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. ഒരു എന്താ പറയുക, വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള ഫ്ലവർ ബീഡ്സ് മാക്സിമം. ഓക്കെ, അതിനുശേഷം അടുത്തത് ഇതുപോലെയുള്ള മെറ്റൽ റോസ് ഫ്ലവർ ഉണ്ടല്ലോ, അത് 6 പീസായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് നമുക്ക് TR ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഹെയർ ബാൻഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ സൈഡിൽ ബീഡ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വലിയ സൈസിൽ വരുന്ന ഫ്ലവർ ബീഡ്. ഈ ഒരു സെയിം ഫ്ലവർ ബീഡ്സ് തന്നെയായിരിക്കും, ചേഞ്ചൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ കിറ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് 195 രൂപ, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജാണ്. എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 195 രൂപ, 195. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.